വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ അഗോളയിൽ തന്നെയാണ്. അഗോളയുടെ ഹൈവേ നിൽക്കുകയാണ്. ഇവിടെ അടിപൊളി ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ക്ഷേത്രം ഒന്ന് സന്ദർശിക്കാം നമുക്ക്. അപ്പോൾ ഈ റോഡ് സൈഡിനുള്ള അമ്പലം ആയതുകൊണ്ട് നമുക്ക് റോഡിൽ നിന്ന് തന്നെ അമ്പലക്കുളം കാണാം. ഈ അമ്പലക്കുളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ബോട്ടിംഗ് ഉണ്ട്. ആ കാണുന്ന അമ്പല ഗോപുരം, അമ്പലക്കുളമാണ്. അമ്പലക്കുളത്തിനകത്ത് തന്നെ ബോട്ടിങ്. നമുക്ക് ഇനി അകത്തോട്ട് പോവാം. ക്ഷേത്രത്തിനകത്തോട്ടൊന്ന് പോവാം. എങ്ങനെയുണ്ടെന്നറിയാം. മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് നമുക്ക് ബൈക്ക്. ഇവിടെ നമുക്ക് ഒരു ബോർഡ് കാണാം. ബോർഡിൽ പല സ്പെല്ലിങ്ങും ഇല്ല കേട്ടോ. ഇവിടെയുള്ള ചങ്ങാതിമാർ ഊരി മാറ്റിയതായിരിക്കും. എല്ലാ നാട്ടിലും ഒരുപാട് ചങ്ങാതിമാരുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഊരി മാറ്റി വേണ്ട. അത് പല സ്പെല്ലിങ്ങും ഇല്ല. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് കവാടത്തിൽ വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ ക്ഷേത്രത്തിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കാണുന്ന പോലെ ഒരുപാട് കടകളുണ്ടായത് ക്ഷേത്രത്തിൽ പൂജാസ്ഥാനങ്ങൾ വിൽക്കുന്ന കടകളായതല്ല. ക്ഷേത്രത്തിലെ പൂജാസ്ഥാനങ്ങൾ വിൽക്കുന്ന കടകളാണ്. ശിവക്ഷേത്രമാണ്. വാഗേശ്വരി ടെമ്പിൾ എന്ന അമ്പലത്തിൻ്റെ പേര്. ഓക്കെ. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ക്ഷേത്രക്കുളത്തിൽ പാർക്കും പിന്നെ അല്ല ക്ഷേത്രക്കുളത്തിൽ ബോട്ടിങ്ങും പിന്നെ അതിനോട് ചേർന്ന് തന്നെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ക്ഷേത്ര സാധനങ്ങൾ വിൽക്കുന്ന വലിയൊരു കടയുണ്ട്. ഇത് ക്ഷേത്ര സമുച്ചയം, ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കവാടം. ഇവിടെ തന്നെ ക്ഷേത്രത്തിലെ തൊട്ടടുത്തായിട്ട് പിന്നെ ക്ഷേത്രത്തിൻ്റെ പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു കട നമുക്ക് കാണാം. ക്ഷേത്ര കവാടത്തിനകത്തോട്ട് നമ്മൾ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഡ്രസ്സിൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള മോഡൽ ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ട് വന്നുകൂടെന്നാണ് അവർ പറയുന്നത്. അത് ഞാൻ എൻ്റെ ബോർഡ് കാണിച്ചു തരാം. ക്ഷേത്രത്തിലോട്ട് കയറുമ്പോഴുള്ള ഒരു ചെറിയ ഇതെന്താണെന്നറിയത്തില്ല. അത് ഇനി നോക്കണം. ഇവിടെ ഒരു ബോർഡുണ്ട്. അപ്പോൾ ഈ ബോർഡ് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം. ഇത് ഈ മോഡൽ ഡ്രസ്സുകൾ വന്നിട്ടുണ്ട് ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചത്. ശനിയാഴ്ച എന്താണെന്ന് തോന്നുന്നു. കൂടുതലും കോളേജ് സ്റ്റുഡൻസ് ആണുള്ളത് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ കണ്ടതെന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഒരു വിളക്കാണ് കേട്ടോ. നമ്മളെ നാട്ടിലല്ല, ഞാനത് വളരെ വേറെ കണ്ടിട്ടില്ല ഈ വിളക്ക്. കൊള്ളാം. നല്ല എന്താ വിളക്കിൻ്റെ ഒരു പ്രത്യേകതരം മോഡൽ വിളക്കാണ്. കൊള്ളാം. അടിപൊളിയല്ലേ. അമ്പലത്തിൽ നിന്ന് വന്ന വഴിയെ നമ്മൾ ഇവിടെ ദീപം കത്തിക്കുകയാണ്. ഗണപതി ഭഗവാന്റെ വിഗ്രഹമായിരിക്കുന്നത് വിഘ്നേശ്വരൻ. ആ കാണുന്ന അമ്പലം ശിവക്ഷേത്രമാണ്. ശിവക്ഷേത്രം. അപ്പോൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് എന്തായാലും കയറാം. ഞാനീ പറഞ്ഞ പാർക്കും കാര്യങ്ങളൊക്കെ ഇതാണ്. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ പാർക്കും കാര്യങ്ങളെല്ലാം ഉള്ളു. ഇവിടെ ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഫ്രീ ആണ്. നമുക്കിവിടെ ചെരുപ്പ് ഇവിടെ വെച്ചിട്ട് ചെരുപ്പ് ഊരി വെച്ചിട്ട് അമ്പലത്തിനകത്തോട്ട് കയറാം. അമ്പലത്തിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കിയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വന്ന് ക്ഷേത്രത്തിനകത്തോട്ട് കയറിയത്. അപ്പോൾ ഒരു അങ്കിൾ ഇവിടെ നിന്ന് ക്ഷേത്രം കഴുകുക. ക്ഷേത്രത്തിൻ്റെ പുറഭാവം കഴുകി വൃത്തിയാക്കി. തൊട്ട് അമ്പല ഗോപുരം ഭഗവാന്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഭഗവാന്റെ ഫ്രണ്ടിലായിട്ട് നന്ദീനെ നമുക്ക് കാണാം. ഇത്രയും വലിയൊരു നന്ദിയുടെ ഒരു ഇത് കണ്ടിട്ടുള്ള ഞാൻ തഞ്ചാവൂരിലാണ്.
തഞ്ചാവൂർ ശിവക്ഷേത്രത്തിൽ പോയാലും നമുക്ക് ഇത്രയും വലിയ ഒരു ഇത് കാണാം. ഇത് ക്ഷേത്ര കവാടമാണ്. ക്ഷേത്ര കവാടത്തിലേക്കുള്ള വഴിയാണ്. ഗണപതി ഭഗവാന്റെ വിഗ്രഹം കാണാം. ഇവിടെ ഒരു സൈഡിന് ഗണപതി ഭഗവാനും മറു സൈഡിലിരിക്കുന്ന ആഞ്ജനേയ ഭഗവാനാണ്. അപ്പോൾ ക്ഷേത്ര കവാടത്തിന് ഉള്ളിലോട്ടൊന്ന് കയറുകയാണ് നമ്മൾ. പടികൾ ഭഗവാനെ ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ്. ക്ഷേത്രത്തിനകത്തെ ഉൾക്കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ. അകത്ത ഗോപുരം. പ്രതിഷ്ഠ, ശിവപ്രതിഷ്ഠ. ഭഗവാനെ രക്ഷിക്കണേ. സാധാരണ നമ്മുടെ നാട്ടിലൊന്നും കാണുന്ന രീതിയിലല്ല ശിവപ്രതിഷ്ഠകൾ. നേരത്തെ മുംബൈയിൽ ഞാൻ ഇതേപോലത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കിഡ്കാളീശ്വരി ക്ഷേത്രം, ശിവക്ഷേത്രം, അവിടുത്തെ പ്രതിഷ്ഠയും ഇതേ രീതിയിലായിരുന്നു. നമുക്ക് സ്വന്തമായിട്ട് ധാര നടത്താം. ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ധാര നടത്താം ശിവലിംഗത്തിനാണ്. എല്ലാവരും വെള്ളം കൊണ്ടുവന്നിട്ടാണ് ധാര നടത്തുന്നത്. കുപ്പിക്കകത്ത് വെള്ളം കൊണ്ടുവന്ന് ധാര നടത്തുക. മുണ്ടയ്ക്കകത്ത് ഒഴിച്ചിട്ടാണ് ധാര നടത്തുന്നത്. അകത്തൊരു ദീപം നമ്മൾ കാണാം. ദീപം കത്തിച്ച് വെച്ചിരിക്കുക. അത് പ്രത്യേകം അണയ ദീപമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ അകത്തെ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് അകത്തുനിന്ന് പുറത്തിറങ്ങി കയറുന്ന പടിക്കൽ ഒരു വിഗ്രഹം നമ്മൾ കാണാം. അപ്പോൾ ക്ഷേത്രത്തിനകത്തുനിന്ന് നമ്മളിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ പുറത്തുള്ള കാഴ്ച എന്ന് പറയുന്ന ക്ഷേത്രം ഞാൻ ആ റോഡിൽ നിന്ന് കാണിച്ചില്ലായിരുന്നു. ക്ഷേത്രത്തിനകത്ത് ക്ഷേത്ര കാമ്പൗണ്ടിനുള്ള കുളമാണ്. അവിടെ തന്നെ ബോട്ടിങ്ങും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള കാഴ്ചയാണ്. ശ്രീകോവിലിൻ്റെ പുറം കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഫുള്ള് പാറക്കല്ലാണ് കേട്ടോ. പാറയിൽ ചെയ്ത് അത്രയും നല്ല രീതിയിൽ അടിപൊളിയാക്കി പെയിൻറ്റ് വെച്ചിരിക്കുന്നു. പെയിൻറ്റ് തന്നെ. ക്ഷേത്ര ഗോപുരമാണ് ഈ കാണുന്നത്. ക്ഷേത്ര ഗോപുരം. മറ്റേ ബോട്ടിങ്ങിനുള്ളതാണ്. ബോട്ടിങ് ക്ലബ്ബ്. ഇവിടെ പൈസ കൊടുക്കണോടാ? ഫ്രീ ആണെന്ന് തോന്നുന്നു. ബോട്ടിങ്ങൊക്കെ ഫ്രീ ആണ്. നമുക്ക് എന്തായാലും ഇവിടെ ഇറങ്ങി കാണാം. ഇതേപോലെ ഒരു കാഴ്ച ഞാൻ മുംബൈയിലും കണ്ടായിരുന്നു. മുംബൈയിലും ഇതേപോലെ കിഡ്കാളീശ്വരി ക്ഷേത്രത്തിൽ പോയപ്പോഴും അവിടെയും ബോട്ടിങ് സൗകര്യമുണ്ട്. ആ കാണുന്നതാണ് മെയിൻ റോഡ്. നമ്മളെ നാട്ടിലൊക്കെ ബോട്ടിങ്ങിന് പോകണമെങ്കിൽ ഏതെങ്കിലും റിസോർട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബീച്ച് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയല്ലേ ബോട്ടിങ്. അതും കൊല്ലുന്ന റേറ്റല്ലേ. ഇതെല്ലാം ഫ്രീയാണ് ഇവിടെയൊക്കെ. തൊട്ട് ആ കാണുന്ന ഒരു പാർക്കാണ്. അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു പാർക്കും ഉണ്ട് ഇവിടെ. അവിടെ നിന്നൊരു ബോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആളിനെ കൊണ്ട് സവാരിക്ക് പോയ ബോട്ടാണ്.
സവാരിക്ക് പോയ ബോട്ടാണ് ആ തിരിച്ചു വരുന്നത്. ഇവിടെ ഒരു ബോട്ട് ഒതുക്കിയിട്ടൊക്കെ അത് കാണാൻ നല്ലൊരു കാഴ്ചയാണത്. നമ്മൾ അരയന്നത്തിൻ്റെ രൂപം, അരയന്നത്തിൻ്റെ സെയിം രൂപം അല്ലേ, അരയന്നം അങ്ങനെ ഇരിക്കുന്നു അതേപോലെ അടിപൊളി. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഈ ബോട്ടിങ്. അപ്പോൾ അത് നമ്മളിപ്പോൾ കണ്ടല്ലോ, തൊട്ട് ചേർന്ന് തന്നെയാണ്, അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ ബോട്ടിങ് നടക്കുന്നത്. ഇപ്പോൾ കാണുന്ന അമ്പല ഗോപുരം. ഇത് അമ്പലത്തിൻ്റെ അകത്തുള്ള സ്റ്റേജാണ്, അമ്പല പ്രോഗ്രാമൊക്കെ നടക്കുന്നൊരു സ്റ്റേജാണ്. അവിടെ ഒരു കാഴ്ച എന്ന് പറയുന്നത് അവിടെ ഒരുപാട് രൂപങ്ങളൊക്കെ കൊത്തി വെച്ചൊക്കെ പഴയ ആൾക്കാരായിരിക്കും, പഴയ അറിയപ്പെടുന്ന ആൾക്കാരുടെ രൂപങ്ങളായിരിക്കും, ശില്പങ്ങളായിരിക്കും കൊത്തിയിട്ടുള്ളതല്ലേ. നമുക്കത്ര പിടിയില്ല. അതിനകത്ത് ചെറിയൊരു സ്റ്റാച്ചു നമ്മൾ കാണാം, സ്റ്റാച്ചു ഇല്ല, ഇവിടെ ഒന്ന് കയറി കാണാം. നല്ലൊരു കാഴ്ചയാണ്, ഇതൊരു നല്ലൊരു കാഴ്ച, അപൂർവമായിട്ടുള്ള കാഴ്ച. അമ്പലഗോപുരത്തിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ അടിപൊളിയാണ്, നല്ല കളറാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഐശ്വര്യവും ഒരു അട്രാക്ഷനും. അപ്പോൾ അമ്പലത്തിന് ചുറ്റും നമ്മൾ കറങ്ങി വീണ്ടും നന്ദി ഇരിക്കുന്നിടത്ത് വന്നിരിക്കുകയാണ്. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് കവാടം, നേരത്തെ നമ്മൾ അകത്തോട്ട് കയറിയ കവാടം. അപ്പോൾ ഇതും കഴിഞ്ഞ് നമ്മൾ തൊഴുതിട്ട് പുറത്തോട്ടിറങ്ങുക. അമ്പലത്തിനോട് ചേർന്ന് ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലം, ഒരു കൊച്ചൊരു പാർക്ക് പോലെ. ശാന്തരായിരിക്കുക എന്നുള്ള ബോർഡും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നമ്മൾ നേരത്തെ ബോട്ടിങ്ങിൻ്റെ ആ ഭാഗം കാണാം, തൊട്ട് ചേർന്ന് തന്നെയാണ്. ഇപ്പോൾ പാർക്ക് ഇങ്ങനെ 2-3 ഘട്ടമായിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പഴയ എന്തോ ഇതാണ്, ഇതൊരു സ്മാരകമാണ്, ഈ കാണുന്നൊരു സ്മാരകമാണ്. സ്മാരകമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ സ്മാരകം എന്ന് പറഞ്ഞാൽ സുബൈദാർ ജി ലാൽജി റാവു സ്മാരകമാണ് ഈ കാണുന്നത്. പുള്ളിയുടെ ഒരു സ്റ്റാച്ചു അകത്തുണ്ട്, അകത്ത് കയറി ആ സ്റ്റെപ്പ് വഴി ഒന്ന് കയറാം നമുക്ക് കയറി. ഇവിടെ ഒരു ശിവലിംഗമുണ്ട്. ആ സ്മാരകം കൊള്ളാം. എന്തായാലും ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ. ഇതൊക്കെ ഓരോരുത്തർ വന്നിരിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളാണ്.
ഓ ആ എൻട്രൻസ് ക്ലോസ് ചെയ്തിട്ട് പൂട്ടിയിട്ടേക്കണം, അല്ല നമുക്ക് അതുവഴിയും ഇറങ്ങി പോകാം കേട്ടോ. അപ്പോൾ പുള്ളിയായിട്ട് നമ്മൾ സംസാരിച്ചാൽ മനസ്സിൽ ഇവിടെ നേരത്തെ അമ്പലം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ അമ്പലം അങ്ങോട്ട് മാറ്റി പണിഞ്ഞ സമയത്ത് പഴയ ആ ഒരു അമ്പലത്തിൻ്റെ ആയിട്ടുള്ള ഇങ്ങനെ ഇതിവിടെ വച്ചിരിക്കുന്നതാണ് പറയുന്നത്. ഈ കാണുന്ന സ്മാരകം, ഞാൻ നേരത്തെ പറഞ്ഞ ആളുടെ സ്മാരകം. അമ്പലത്തിനോട് ചേർന്ന് പാർക്കും ബോട്ടിങ്ങും ഒക്കെ ഉള്ള രണ്ടാമത്തെ ഒരു കാഴ്ചയാണ്. ഇതിന് മുന്നേ ആ ഒരു വീഡിയോ മുംബൈയിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പിത്കാളീശ്വരി ക്ഷേത്രം. അവിടെ ആ ക്ഷേത്രത്തിൻ്റെ കാമ്പൗണ്ടിനകത്തും അമ്പലത്തിനോട് ചേർന്ന് തന്നെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. ശനിയാഴ്ച ആൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങോട്ട് നല്ല തിരക്കായിരിക്കും. ഓം നമഃ ശിവായ. അമ്പലത്തിൻ്റെ അകത്തെ കാഴ്ചകൾ കണ്ട് നമ്മളിഞ്ഞ് പുറത്തിറങ്ങിയായിരുന്നു. ഇനി പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ വേറൊരു കാഴ്ച ഉണ്ട്, നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള അനുവാദമില്ല. അത് ഞാൻ കയറിയപ്പോഴേ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഷൂട്ട് ചെയ്യരുത്. അത് ഞാൻ പിന്നെ ഒരവസരത്തിൽ പറയാമത്. എന്തായാലും ഇത്രയും നമുക്ക് ഷൂട്ട് ചെയ്യാൻ കിട്ടിയ എന്നെ ഭാഗ്യമില്ലേ. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് കവാടത്തിലെത്തി ഇപ്പോൾ നമ്മൾ വീണ്ടും. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്പലത്തിലെ കാഴ്ചകൾ കണ്ട് നമ്മളിനി പുറത്തോട്ടിറങ്ങി. പുറത്ത് മെയിൻ റോഡായി, സിറ്റിയായി. ഭയങ്കര തിരക്കാണ്. വൈകിട്ടാണ്ട് നല്ല തിരക്കാറോ. വൈകിട്ടെന്നല്ല, രാവിലെ തൊട്ട് നേരെ ഇരുട്ടുന്ന വരെ തിരക്ക് തന്നെ. ഇതിലേക്ക് വണ്ടിയൊക്കെ തുരുതുര വരെ. അങ്ങോട്ട് പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇവിടെ ചങ്ങാതിമാർ ഊരി മാറ്റണം. ഐ ലവ് വാഗോളി എന്നാണ് എഴുതിയിട്ടുള്ളത്. അതിൽ പലതും അവർ ഊരിക്കൊണ്ടേ. അവർക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ അമ്മ ഊരിക്കൊണ്ടേ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലായിടത്തും ഇങ്ങനെയുള്ള ചങ്ങാതിമാർ കാണുമല്ലോ. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുറത്തിറങ്ങി നമ്മൾ വേറെ റൂട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വീക്കിലി മാർക്കറ്റുണ്ട്. വീക്കിലി എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ 2 ദിവസം, ശനിയും ഞായറും. അപ്പോൾ ഇന്ന് ശനിയാഴ്ചത്തെ മാർക്കറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. അപ്പോൾ അതിന് മുന്നണിയായിട്ട് നമുക്കിവിടെ ജ്യൂസൊക്കെ അടിക്കുന്ന ഒരു മെഷീനുണ്ട്. അപ്പോൾ ഓറഞ്ച്, പൈനാപ്പിൾ ഇതൊക്കെ ഇവിടെ ജ്യൂസ് അടിക്കുന്നത്. ഈ മെഷീൻ ഇതാണ് മെഷീൻ. ഇതാണ് ആ മെഷീൻ. ഇതെല്ലാം അതിൻ്റെ നമ്മളിപ്പോൾ പൈനാപ്പിളാണ് വേണ്ടതുണ്ടെങ്കിൽ പൈനാപ്പിൾ കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. കൈ കൊണ്ട് കറക്കുകയാണ്. അതായത് അവർ കൈ കൊണ്ട് കറക്കുക. നമ്മളെ നാട്ടിലൊക്കെ മെഷീനിലടിക്കുന്നത്. ഒരു ജ്യൂസിന് 30 രൂപകളിൽ ബായിയാണ് ജ്യൂസിൻ്റെ ആൾ. ഇത് വീക്കിലി മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ നല്ല സമയമുണ്ട്. നമ്മൾ വന്ന സമയത്ത് തന്നെ ഒരാൾ ജ്യൂസ് കുടിക്കാൻ വന്ന്. അതുകൊണ്ട് നമുക്ക് ആ ജ്യൂസിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് കാണാം. അതിൻ്റെ വേസ്റ്റ് ഇങ്ങനെ വരും, ജ്യൂസ് അതുവഴി ഇങ്ങനെ അതിൽ നീര് കണ്ട ജ്യൂസ് കറക്റ്റായിട്ട് വന്ന് അതിൻ്റെ അകത്ത്. ഇതാണ് വീക്കിലി മാർക്കറ്റ്. ഇങ്ങനെ ഉണ്ട്, നല്ല രസമാണ് കാണാൻ. നമ്മളെ നാട്ടിൽ കിട്ടുന്ന എല്ലാ മലക്കറിയും ഇവിടെയുണ്ട്. വഴുതനങ്ങ, പാവയ്ക്ക, ചെറിയ പാവയ്ക്ക 2 ടൈപ്പാണ്. ഇത് മുളക്, പയർ, ബീൻസ്, മത്തൻ, നാരങ്ങ, മുളക്, കുക്കുംബർ 2 ഐറ്റംസ് അല്ല, വെള്ള തക്കാളി, ഇഞ്ചി, സവാള, ഉരുളക്കിഴങ്ങ്. ഇത് മറ്റേ നമ്മളെ ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന ടൈപ്പ് പൊരിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് അച്ചാർ കാണട്ടോ, എല്ലാ ഐറ്റംസും ഉണ്ട്. മാങ്ങ അച്ചാർ, മാങ്ങയുടെ തന്നെ പല ഐറ്റംസാണ്. ഇത് വെളുത്തുള്ളി, നെല്ലിക്ക, മുളകച്ചാർ,
ജാതിക്ക, പല ഐറ്റംസ് അച്ചാറുണ്ട് കേട്ടോ. ഭയങ്കര സെയിൽ ചെയ്യുന്നത്, അടിപൊളി. ചമ്മന്തിപ്പൊടി, പിന്നെ മഞ്ഞപ്പൊടിയും അങ്ങനെയുള്ള മറ്റുള്ള ഐറ്റംസും കാര്യങ്ങളും നമ്മളെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ. അത്യാവശ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 1/2 കിലോ 1 കിലോ 250 ഗ്രാം മഞ്ഞപ്പൊടിയൊക്കെ വാങ്ങിച്ചുകൊണ്ടുപോകാം. ഈ അച്ചാറൊക്കെ വാങ്ങിക്കൊണ്ടുപോകാം. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു ഭയങ്കര പരിപാടി തന്നെയാണ് മാർക്കറ്റിൽ അവർ കാണിക്കുന്നത്. ഇപ്പോൾ ഉള്ള അടിപൊളി. പപ്പായം നമ്മളെ നാട്ടിൽ പപ്പായം തന്നെ, സെയിം പപ്പായം. പിന്നെ നമ്മുടെ നാട്ടിൽ ഉള്ള പപ്പടം ഇവിടെ വേറൊരു ഐറ്റംസാണ്. പപ്പടം വേറൊരു മോഡലാണ്. ഈ പപ്പടം കണ്ട ആ ലാസ്റ്റിൽ എള്ളെന്തോ ഇട്ടിട്ടാണ് ഈ പപ്പടം റെഡിയാക്കുന്നത്. ഈ സാധനം എന്ന് പറയുന്നത് ഇതല്ലേ, നമ്മളെ പേര് ഞാൻ മറന്നു. ഇവിടെ വേറൊരു കാഴ്ച എന്ന് പറയുന്നത് ഇത് കണ്ട നമ്മളെ ക്യാരറ്റ്, അടിപൊളി. ड्राई फ्रूट 15 ड्राई फ्रूट नकली आवला कैंडी हनी वाला जीरा वाला അപ്പോൾ വീക്കിലി മാർക്കറ്റിലെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് അറ്റം വരെ കിടക്കുക.